എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ പലയിടങ്ങളിലും മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ വരുന്ന ദിവസങ്ങൾ കൂടുതൽ ജാഗ്രത വേണ്ടുന്നതാണ്. 6ഉം 7ഉം ആ ദിവസങ്ങൾ രണ്ടും കൂടുതൽ ശക്തമായ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത കേരളത്തിലുണ്ട് എന്നതാണ് കരുതപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ജാഗ്രത തുടരേണ്ടുന്ന സാഹചര്യമാണ്. മഴ വാർത്തകൾ ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഉണ്ട്. വിശദമായി നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. അതിതീവ്ര മഴയുടെ ദുരിതം പേറുകയാണ് നമ്മുടെ നാട്. 2018 പ്രളയം, കവളപ്പാറ പുത്തുമല ദുരന്തം, വയനാട് ഉരുൾപൊട്ടൽ, അങ്ങനെ കടന്നുപോയ ദുരന്തങ്ങളേറെയാണ്. ഒന്നായി ഒറ്റക്കെട്ടായാണ് നമ്മൾ ഓരോ ദുരന്തവും മറികടന്നത്. 2018 പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികൾ ഒരു പ്രതീകമായിരുന്നു. നിപ പടർന്നു പിടിച്ചപ്പോൾ രോഗികളെ പരിചരിക്കുന്നതിനിടയിൽ രോഗം പിടിപെട്ട് മരിച്ച സിസ്റ്റർ ലിനി ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യയുടെ ഹീറോ ആയിരുന്നു. അതുപോലെ ഈ ദുരന്തത്തിന്റെ ധീരമുഖമാണ് രാജേഷ്. സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ രാജേഷ്. സാഹസികത ഇഷ്ടപ്പെട്ട രാജേഷ് മുൻകാലങ്ങളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി തിരിച്ചെത്തിയ പോലെ ഒരു മടങ്ങിവരവ് ഇത്തവണയും ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ആ കാത്തിരിപ്പ് വെറുതെയായി. പറക്കമുറ്റാത്ത കുട്ടികളെ തനിച്ചാക്കി രാജേഷ് യാത്രയായി. ഇനി ഒരിക്കലും ഒരു ദുരന്തമുഖത്തും രക്ഷാകരം നീട്ടാൻ രാജേഷ് ഉണ്ടാകില്ല. പക്ഷേ 2 പേരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചാണ് രാജേഷ് മടങ്ങിയത്. സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കാനിറങ്ങിയ ആ ധീരനായ യുവാവിന് ആദരാഞ്ജലികൾ. എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയും രാജേഷിന് യാത്രയയപ്പ് നൽകി കേരളം. രാജേഷിനെ പോലെയുള്ളവരുടെ ത്യാഗമാണ് ഈ നാടിന്റെ കരുത്തും ധൈര്യവും. മറക്കില്ല ഒരു നാൾ. ഓഗസ്റ്റ് 1 വൈകിട്ട് 5ഓടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തുരുത്തിൽ ഒരാൾ ഒറ്റപ്പെട്ടതായി അറിഞ്ഞതോടെയാണ് മീൻതുള്ളി വാട്ടർഫാൾസിലെ റപ്പലിംഗ് ഇൻസ്ട്രക്ടറായ രാജേഷും സുഹൃത്തുക്കളായ ഷിബിനും ജിതിനും ചേർന്ന് കരകവിഞ്ഞൊഴുകുന്ന പുഴ നീന്തി തുരുത്തിലെത്തിയത്. കർണാടക വനത്തിനും കാര്യംകോട് പുഴയ്ക്കും ഇടയിലുള്ള മീൻതുള്ളി തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയ ബെന്നിയെ രക്ഷിച്ചുകൊണ്ടുവരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പുഴയ്ക്ക് ഇക്കരെ എത്താറായപ്പോൾ കയറിൽ നിന്ന് പിടിവിട്ട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു രാജേഷ്. ലൈഫ് ജാക്കറ്റ്, റോപ്പ് എന്നിവയടക്കമുള്ളവ ധരിച്ചിരുന്നു. എന്നാൽ രാജേഷ് സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി തുരുത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരികയായിരുന്ന ബെന്നിയെ ധരിപ്പിച്ചു. തുടർന്ന് കയറിൽ പിടിച്ച് പുഴ കുറുകെ കടക്കുകയായിരുന്നു. കേരളത്തിന്റെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കേരളത്തിൻ്റെതായ ഭാഗത്ത് എത്താറായപ്പോൾ രാജേഷ് കയറിൽ നിന്ന് പിടിവിട്ടു. നീന്താൻ ശ്രമിച്ചെങ്കിലും പക്ഷേ മുങ്ങിപ്പോയി. പാറക്കെട്ടുകളിലേക്ക് കയറിൽ പിടിച്ചു കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കായിക വിനോദമായ റപ്പലിംഗിൽ വിദഗ്ധനായ രാജേഷിന് നന്നായി നീന്തലും വശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചെത്തും എന്ന് തന്നെയായിരുന്നു സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം പ്രതീക്ഷ. മുൻപും പല സാഹസിക സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട് രാജേഷ്. എന്നാൽ ഇത്തവണ ആ കാത്തിരിപ്പ് വെറുതെയായി. പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്ന് ഇന്നലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വെള്ളത്തിൽ തണുത്ത് ശരീരം കോച്ചിപ്പിടിച്ചതാകാം നീന്താനാകാതെ പോയതിന് കാരണമെന്നാണ് കരുതുന്നത്. രാവിലെ 11 മണിയോടെ മൃതദേഹം തിരുവനന്തപുരം കല്ലിയൂരിലെ വീട്ടിലെത്തിച്ചു. രാജേഷിന്റെ സഹോദരൻ രഞ്ജിത്ത് 2 വർഷം മുമ്പ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചിരുന്നു. താമസിക്കുന്ന വീട് ജപ്തി ഭീഷണിയിലായിരുന്നു. കുടുംബത്തിന് ലൈഫ് പദ്ധതിയിൽ കല്ലിയൂർ പഞ്ചായത്ത് അനുവദിച്ച വീടിന്റെ പണി പോലും പൂർത്തിയായിട്ടില്ല. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു രാജേഷ്.
രാജേഷിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയിലായിരുന്നു ആ വീടും നാടും ഒന്നാകെ. പിന്നീട് അവിടെ കണ്ടത് അതിവൈകാരികമായ രംഗങ്ങളാണ്. കാട്ടിലെവിടെയെങ്കിലും മകൻ പിടിച്ചു കിടപ്പുണ്ടാകും എന്നാണ് കരുതിയത് എന്ന് രാജേഷിന്റെ അച്ഛൻ രാജശേഖരൻ ന്യൂസ് 18നോട് പറഞ്ഞു. നേരത്തെയും ഇത്തരം അപകടങ്ങളിൽപ്പെട്ടപ്പോൾ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇത്തവണയും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു എന്നാണ് ആ അച്ഛൻ പറയുന്നത്. ഇളയ മകനെയും 2 വർഷം മുൻപ് നഷ്ടമായി. ഒരാളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടാണല്ലോ മകൻ പോയത് എന്നത് മാത്രമാണ് ആശ്വാസത്തിന് വകയെന്നും രാജശേഖരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഒരാളിലേക്ക് ജീവൻ രക്ഷിച്ചുകൊണ്ട് അവൻ അവമാനത്തോടെ ഭരിച്ചെന്ന് പറയാം. 3 മക്കളായിരുന്നല്ലേ? ഇദ്ദേഹത്തെ കൂടാതെ മറ്റൊരാളും മരണപ്പെട്ടിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ മോൻ മരിച്ചു, മൂത്തവനും പോയി. ഇനി ഒരു മോളുണ്ട്, 2 മക്കളെ ഉണ്ട്. അവന് 2 മക്കൾ. രണ്ടാമത്തവൻ വിവാഹം കഴിച്ചിട്ടില്ല. അത് എത്ര നാളായി? 2 വർഷമാകുമ്പോൾ. അദ്ദേഹം ട്രെയിൻ അപകടമായിരുന്നു. അച്ഛൻ ഇവിടെ തന്നെ താമസിക്കും? അതെല്ലാവരും എൻ്റെ ഇവിടെ തന്നെ. മോള് മാത്രം അത് മാറ്റി. പ്രതീക്ഷ നല്ല പ്രതീക്ഷ. പുഴയെല്ലാം അവൻ നീന്തി കയറും, അതും എന്തും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തോ കുരുക്കിലൂടെ പെട്ട് ഇരിപ്പുണ്ട് എന്നാണ് പ്രതീക്ഷിച്ചത്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ അപകട സാഹചര്യങ്ങളിൽ പെട്ടിട്ടുണ്ട്. കളക്ടർ അവനെ സല്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു പ്രാതം എടുക്കാൻ, കൊച്ചിൻ്റെ പ്രാതം എടുക്കാൻ പോകുമ്പോൾ ആരും പോകാതെ പോയി എടുത്തുകൊണ്ട്. രാജേഷിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതീവ ദുഃഖം രേഖപ്പെടുത്തി. കല്ലിയൂരിലെ വീട്ടിലെത്തി അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ചു. മറ്റ് മന്ത്രിമാരും ജനപ്രതിനിധികളും രാജേഷിന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. നേരത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഏറെ വേദനാജനകമാണ് രാജേഷിന്റെ വിയോഗമെന്നത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പൂർത്തിയാകാത്ത വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂര് ചെറുപുഴയിൽ പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ ആർ രാജേഷിൻ്റെ വിയോഗം വലിയ വേദനാജനകമാണ്. മുൻപും പ്രളയകാലത്ത് ഇദ്ദേഹം ഈ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് സ്വന്തം ജീവൻ തണവൽഗണിച്ചാണ് അദ്ദേഹം മറ്റൊരാൾക്ക് ജീവൻ്റെ വെളിച്ചം നൽകിയത്. രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ ബഹുമതി, സ്റ്റേറ്റ് ഓണർ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്.
നമ്മുടെ നാടിൻ്റെ ധീരനായ ആ പുത്രനെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് നാട് യാത്രയാക്കിയത്. സംസ്കാര ചടങ്ങിൽ ഒരു നാട് മുഴുവൻ അവിടെ എത്തുന്നത് കാണാമായിരുന്നു. ഒരു നാടിൻ്റെ മുഴുവൻ സ്നേഹവായ്പകളോടെയാണ് രാജേഷ് യാത്രയായത്. സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കാനിറങ്ങിയ ധീര യുവാവിന് ആദരാഞ്ജലികൾ എന്ന മഹാനടൻ മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. രാജേഷിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, കുടുംബത്തിന്റെയും പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും മമ്മൂട്ടി കുറിച്ചു. സംസ്ഥാന ബഹുമതികളോടെയാണ് രാജേഷിന്റെ സംസ്കാരം നടന്നത്. ഒരു നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. സ്വന്തം ജീവൻ പണയം വെച്ചും മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള പലരുടെയും മനസ്സാണ് നമ്മളിൽ പലരെയും ജീവനോടെ നിർത്തിയിരിക്കുന്നത്. പല ദുരന്തമുഖത്തും നമ്മൾ അത് കണ്ടിട്ടുണ്ട്. രാജേഷ് യാത്രയാകുമ്പോഴും ദുരന്ത ഭീതി ഒഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ ആ കുഞ്ഞിനെ കണ്ടു, കുഞ്ഞിൻ്റെ ആർത്തലച്ചുള്ള കരച്ചിൽ കണ്ടു. തനിക്ക് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നതായിരുന്നു രാജേഷ് എപ്പോഴും സുഹൃത്തുക്കളോടും മറ്റും പറഞ്ഞിരുന്നത്. അങ്ങനെ 2 ജീവനുകൾ രക്ഷപ്പെടുത്തിയാണ്. ഇതിനു മുൻപും പല ജീവനുകളും രാജേഷ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 ജീവൻ കൂടി രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് രാജേഷ് വിടവാങ്ങുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് അഭിമാനിക്കാം, തൻ്റെ അച്ഛൻ ഒരു ധീരനായിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് അഭിമാനിക്കാം. എന്തായാലും രാജേഷ് വിടവാങ്ങുമ്പോഴും നമ്മുടെ ഈ പ്രളയഭീതി ഒഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. 3 ദിവസം കൂടി മഴ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ട് തുടരും എന്നതാണ് മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. നാളെ 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാൾ 5 ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ 3 ദിവസവും ഓറഞ്ച് അലർട്ട് തുടരും എന്ന മുന്നറിയിപ്പാണ് വന്നിട്ടുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ഏതാണ്ട് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള ഭാഗങ്ങളിലും, കൊല്ലത്ത് ആലപ്പാട്ട് മുതൽ ഇടവ വരെയുള്ള ഭാഗങ്ങളിലും, ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ വരെയുള്ള ഭാഗങ്ങളിലും, തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഏതാണ്ട് 1.1 മുതൽ 1.4 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്. അപ്പോൾ തീരദേശത്തുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വരുന്നത്. നമുക്കറിയാം, ഇതിനോടകം തന്നെ പല തീരമേഖലകളിലും കടൽ കയറിയിട്ടുണ്ട്. പലരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെയാണ് ഈ മുന്നറിയിപ്പ് കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ തീരത്തുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ ഇതുവരെ 26 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി തന്നെയാണ് ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. 11 പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. 4 പേരെ ഇനിയും കണ്ടെത്താനുമുണ്ട്. 462 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അവിടങ്ങളിലായി 27,048 പേരാണ് ഉള്ളത്. 1882 ഹെക്ടർ കൃഷിനാശവും ഈ പ്രളയ ദുരന്തത്തിൽ നമുക്ക് സംഭവിച്ചു. പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് 66.44 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. 23,537 കർഷകരെ മഴക്കെടുതി ബാധിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. വീട്ടിൽ വെള്ളം കയറിയവർക്ക് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 10,000 രൂപ നൽകും. മരിച്ചവരുടെ സംസ്കാരം നടത്താനും 10,000 രൂപ ധനസഹായം നൽകും. നേരത്തെ
വീട് പൂർണ്ണമായും നശിച്ചവർക്ക് വീട് നിർമ്മിക്കാൻ നൽകിയിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ നേരത്തെ നൽകിയിരുന്നത് 10 ലക്ഷം രൂപയാണെങ്കിൽ അത് 12 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നതും മുഖ്യമന്ത്രി അറിയിച്ചു. രാജ്യത്തിന് മാതൃകയായ ദുരന്ത നിവാരണ പരിപാടി നടപ്പാക്കും എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. കാലാവസ്ഥാ പ്രവചനത്തിന് പുതിയ സംവിധാനം നടപ്പാക്കും. ഡാമിലെ മണ്ണും ചെളിയും നീക്കാനുള്ള പദ്ധതി തയ്യാറാക്കും. റവന്യൂ ജലവിഭവ വകുപ്പുകൾക്ക് പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയെന്നതാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. മഴ മാറിയാൽ ഉടൻ പ്രവൃത്തി തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോണായിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. അത് ആശ്വാസമാണ്. പക്ഷേ ജാഗ്രത തുടരേണ്ടുന്ന സാഹചര്യമാണ് മുഖ്യമന്ത്രി പറയുന്നതും. ഒപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകളും നൽകുന്ന സൂചന അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക്, അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ്. ആ 2 ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരുക, അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കുക. വിപ്ലവം സൃഷ്ടിച്ചാണ് തമിഴ്നാട്ടിൽ ജോസഫ് സി വിജയ് അധികാരം പിടിച്ചത്. തുടർ ഭരണം പ്രതീക്ഷിച്ച DMK-യെ അട്ടിമറിച്ച് 2 വർഷം മാത്രം പ്രായമുള്ള വിജയിയുടെ TVK അധികാരം പിടിച്ചപ്പോൾ അത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നിർണായകയേടായി മാറി. അന്നു മുതൽ വാർത്തകളിൽ നിറയുന്നുണ്ട് വിജയ്. പോസിറ്റീവായും നെഗറ്റീവുമായും ഒക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന്. എന്നാൽ ബജറ്റ് അവതരണം വൈകിയത് വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. പ്രതിപക്ഷം കടുത്ത വിമർശനങ്ങൾ ഉയർത്തുകയും രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. ഒരേ സമയമാണ് തമിഴ്നാട്ടിലും കേരളത്തിലും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ജൂൺ 19-ന് ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. തമിഴ്നാട്ടിൽ ഇന്ന് മാത്രമാണ് ബജറ്റ് അവതരണം നടന്നത്. എന്തായാലും ബജറ്റ് വൈകുന്നത് വലിയ വിമർശനത്തിനിടയാക്കിയെങ്കിലും ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വൻ ഹിറ്റാണ്. ജനപ്രീതി പിടിച്ചുപറ്റുന്ന പ്രഖ്യാപനങ്ങളാണ് വിജയുടെ ആദ്യ ബജറ്റിലുള്ളത്. സ്വർണവും ലാപ്ടോപ്പും സാരിയും ഒക്കെയായി ജനങ്ങളുടെ മനം കവരുന്ന ബജറ്റ് വിദ്യാഭ്യാസത്തിനും വികസനത്തിനും ഊന്നൽ കൊടുക്കുന്നുണ്ട്. ആദ്യ ബജറ്റിൽ തന്നെ വാഗ്ദാനം പാലിച്ച് തമിഴ് മക്കളുടെ മനം കവരുകയാണ് ജോസഫ് സി വിജയ്. നിയമസഭയിൽ അവതരിപ്പിച്ച കന്നി ബജറ്റിൽ തന്നെ ജനപ്രീതി പിടിച്ചുപറ്റുന്ന പ്രഖ്യാപനങ്ങളാണ് TVK സർക്കാർ നടത്തിയിരിക്കുന്നത്. 2031 സംസ്ഥാനത്തെ $1.5 ട്രില്യൺ സാമ്പത്തിക വ്യവസ്ഥയാക്കി മാറ്റുന്നതിനുള്ള നിർണായക പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിൽ തത്വാധിഷ്ഠിതമായ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്ന ബജറ്റാണ് TVK സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്ക് 1 ഗ്രാം സ്വർണ്ണമോതിരം, വിവാഹിതരാകുന്ന യുവതികൾക്ക് 1 പവനും പട്ടുസാരിയും, വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകൾ, ബ്രാൻഡഡ് സൈക്കിളുകൾ, ഹെൽമറ്റുകൾ, വാട്ടർ ബോട്ടിലുകൾ തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. തമിഴ്നാട്ടിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് 1 പവൻ സ്വർണവും പട്ടുസാരിയും നൽകാൻ 812 കോടി രൂപയാണ് വിലയിരുത്തിയിരിക്കുന്നത്. തമിഴക വെട്രികഴകത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇത്. ആദ്യ ബജറ്റിൽ തന്നെ ആ പ്രഖ്യാപനം നടപ്പാക്കുകയാണ്. സ്ത്രീകൾക്കുള്ള പ്രതിമാസ ധനസഹായ തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗർഭിണികൾക്കായി എല്ലാ ജില്ലകളിലും പരിചരണ കേന്ദ്രങ്ങൾ ആരംഭിക്കും എന്നതാണ് പ്രഖ്യാപനം. സൗജന്യ ഭക്ഷണവും വൈദ്യസഹായവും നൽകും. ഇതിനായി 23 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള TVK സർക്കാരിന്റെ കന്നി ബജറ്റ് ധനമന്ത്രി N. മേരി വിൽസനാണ് അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കരുതൽ നൽകുന്നതുകൂടിയാണ് വിജയുടെ ആദ്യ ബജറ്റ്. அரசு மருத்துவமனைகளில் பிறக்கும் அனைத்து குழந்தைகளும் குழந்தையின் பிறப்பு கொண்டாடும் வகையிலும் தாயாக ஆளும் பிறகு அடையும் மகிழ்ச்சியும் முக்கியத்துவத்தை போற்றும் வகையில் தாய்மாமன் அன்பளிப்பாக 1 கிராம் தங்க மோதிரம் வழங்கப்படும். இத்திட்டத்தை நடைமுறைப்படுத்துவதற்காக திருத்த வரவு செலவு திட்ட மதிப்பீடுகளில் 560 கோடி ரூபாய் நிதி ஒதுக்கீடு செய்யப்படுகிறது.
வருவாய் எந்த அளவு ஈடு செய்யும் என்பதை கருத்தில் கொள்ளாமல் மாநிலம் கடன் பெற்று வந்துள்ளது. பொருளாதாரம் மற்றும் சமூக வளர்ச்சிக்கு முக்கியம் விளங்கும் மனிதவளம் மற்றும் உட்கட்டமைப்பில் முதலீடு செய்வதற்காக கடன் பெறுவதில் தவறு இல்லை என்றாலும் அந்த கடன்களை ஈடு செய்யக்கூடிய ரிசோர்ஸுகளை திரட்டும் முயற்சிகளும் அதனுடன் இணைந்திருக்க வேண்டும். இந்த எளிய உண்மையை முந்தைய அரசு உணர தவறியது. வருவாய் ஈட்டும் துறைகளில் பெரிய அளவிலான வருவாய் இழப்பு முந்தைய அரசு കണ്ടുകൊള്ളവിல்லை. എന്താണ് വിദ്യാർത്ഥികൾക്കായുള്ള വിജയുടെ കരുതൽ എന്നത് നോക്കാം. സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന് 44,527 കോടി രൂപയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് 8,393 കോടി രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. 3,734 സർക്കാർ സ്കൂളുകൾ നവീകരിക്കുന്നതിനായി 300 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. 10,000 സ്കൂളുകളിൽ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കുന്ന സൂപ്പർ ക്ലീൻ സൂപ്പർ ക്യാമ്പസ് പദ്ധതിക്കായി 139 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ, ഹെൽമറ്റ്, വാട്ടർ ബോട്ടിൽ എന്നിവ നൽകുമെന്നും സർക്കാർ ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നു. മത്സര പരീക്ഷകൾക്കായി പ്രത്യേക പരിശീലനം സർക്കാരിന്റെ കീഴിൽ നടത്തുമെന്ന സുപ്രധാന പ്രഖ്യാപനവും ഉണ്ട്. CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ നോക്കിയാൽ അതനുസരിച്ച് മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നതിനുള്ള ഒരു നിർദ്ദേശമാണ് ഈ ബജറ്റിലുള്ളത്. 5 ലക്ഷം കോളേജ് വിദ്യാർത്ഥികൾക്ക് AI പരിശീലനം നടത്തുമെന്ന വാഗ്ദാനവുമുണ്ട് ബജറ്റിൽ. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വൻ തുകയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പ്രചാരണ ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കുന്നതിനൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തും വികസന രംഗത്തും AI രംഗത്തും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് TVKയുടെ കന്നി ബജറ്റിൽ പറയുന്നത്. 2031 5 ലക്ഷം യുവാക്കൾക്ക് AI പരിശീലനം നൽകുമെന്നും 12 ലക്ഷത്തോളം വരുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷത്തോളം വരുന്ന തൊഴിലില്ലാത്ത യുവാക്കൾക്കും നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. രാജ്യത്തെ ആദ്യ AI ഇന്നൊവേഷൻ നഗരം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. അറിവാകം എന്ന് പേരിട്ടിരിക്കുന്ന നഗരം AI ഡീപ് ടെക് വികസനത്തിനായിരിക്കും പ്രാമുഖ്യം നൽകുക. AI സർവകലാശാല, സെമി കണ്ടക്ടർ ഹാർഡ്വെയർ ടെസ്റ്റിംഗ് ലാബ്, മൾട്ടി ഡൊമൈൻ ഇന്നൊവേഷൻ ഇൻക്യുബേറ്ററുകൾ, ആധുനിക റെസിഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇതിലുണ്ടാകുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നത്. മധുരയിൽ പുതിയ സ്പെഷ്യൽ ലോ കോളേജും 90 കോടി രൂപ ചെലവിൽ 5 പുതിയ ITIകളും ആരംഭിക്കും. 12ാം ക്ലാസ് പരീക്ഷാ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം തിരികെ കൊണ്ടുവരണമെന്ന് ധനമന്ത്രി കേന്ദ്ര സർക്കാരിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടുക കൂടി ചെയ്തിരിക്കുന്നു. CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് തമിഴ്നാട്ടിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് വരുന്നത്. അത് 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം തിരികെ കൊണ്ടുവരണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കായിക മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ട്. ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിന് 10 ഒളിമ്പിക് എക്സലൻസ് സെന്ററുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനായി 50 കോടി രൂപയാണ് ബജറ്റിൽ വിജയ് നീക്കിവെച്ചിരിക്കുന്നത്. സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് അരൺ എന്ന പേരിൽ ഷെൽട്ടർ ഹോം പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. താമസം, ഭക്ഷണം, കൌൺസിലിംഗ് തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രഖ്യാപിച്ച സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ബജറ്റിൽ ഏറ്റവും അധികം വിമർശനമുയർത്തുന്ന ഒരു ഭാഗം. ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു, പക്ഷേ അതിനെക്കുറിച്ച് യാതൊരു പ്രഖ്യാപനവുമില്ല. കേരളത്തിലും കർണാടകയിലും മറ്റും നടപ്പാക്കി കഴിഞ്ഞ പദ്ധതിയാണ്. തമിഴ്നാട്ടിലും സമാനമായ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു എങ്കിൽ പോലും അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഈ ബജറ്റിലില്ല എന്നതാണ് ഏറെ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു ഇത്. ആദ്യ ബജറ്റിൽ തന്നെ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങളും വാർത്തകളും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് മൗനമാണ് ബജറ്റിൽ. ഒരു വർഷം 6 ഗ്യാസ് സിലിണ്ടറുകൾ ഒരു കുടുംബത്തിന് നൽകുമെന്ന പ്രഖ്യാപനത്തിലും യാതൊരു വിധത്തിലുള്ള പരാമർശവും ഉണ്ടായിട്ടില്ല. അതും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിപക്ഷം ഈ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാരിനെതിരെ വിമർശനവുമായി ബജറ്റ് അവതരണത്തിന് ശേഷം രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ വിവാദ പ്രസ്താവനയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധിയെ അറസ്റ്റ് ചെയ്തത് DMKയ്ക്ക് വലിയ ഉണർവ് നൽകിയിരുന്നു. അത് വിജയ് സർക്കാരിന്റെ ഒരു എടുത്തുചാട്ടമായിരുന്നു എന്നും അതൊരു തെറ്റായ നീക്കമായിരുന്നു എന്നും ഒക്കെയുള്ള വലിയ വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു.
ഉദയനിധിക്ക് ഇന്ന് എന്തായാലും സ്വീകരണം നൽകിക്കൊണ്ടാണ് സഭയിലേക്ക് പ്രതിപക്ഷം ഉദയനിധി സ്റ്റാലിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ബജറ്റ് അവതരണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് DMK നടത്തിയിരുന്നുവെങ്കിലും ഇന്ന് ബജറ്റ് അവതരണത്തോട് DMK സഹകരിക്കുകയായിരുന്നു. എന്തായാലും രാഷ്ട്രീയ പശ്ചാത്തലം ഉദയനിധിക്ക് അനുകൂലമായി മാറുമ്പോൾ ബജറ്റിലൂടെ വിജയ് ജനമനസ്സ് കവർന്നിരിക്കുകയാണ്. വളരെ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലൂടെ നടത്തിയിരിക്കുന്നത്. ഇനി നാളെ കാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അതും തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. കർഷകരുടെ മനം കവരുമോ വിജയ് എന്നത് കാത്തിരിക്കുകയാണ് തമിഴകം. കർഷകർക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ടാകും നാളത്തെ ബജറ്റിൽ എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. നമ്മുടെ രാജ്യത്തിന്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റം വളരെ പെട്ടെന്നായിരുന്നു. ലോകത്തിന്റെ തന്നെ അത്ഭുതമായിരുന്നു അത്. കപ്പലണ്ടി വിൽപ്പനക്കാരനും കരിക്ക് വിൽക്കുന്നവനും തുടങ്ങി വൻകിട മാളുകളിൽ വരെ നമ്മൾ UPI ഇടപാടുകൾ നടത്തുന്നവരാണ്. ഏത് തലമുറയിൽപ്പെട്ടവരും ഇന്ന് അതിന് പ്രാപ്തമായിരിക്കുന്നു. 1 രൂപയ്ക്ക് പോലും നമ്മൾ UPI പേയ്മെന്റ് നൽകും. അതിന് ഒരു ഫീസ് ഈടാക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പേടി വേണ്ട, പക്ഷേ ഭാവിയിൽ അങ്ങനെ ഒന്നുണ്ടാകുമോ എന്ന ആശങ്കയുണ്ടാക്കുന്നൊരു വാർത്തയാണ് ഇനി പറയാൻ പോകുന്നത്. രാജ്യത്ത് സൗജന്യമായി ലഭിക്കുന്ന UPI പേയ്മെന്റ് സംവിധാനത്തിൽ വലിയ മാറ്റത്തിന് വഴിയൊരുങ്ങുകയാണ്. UPI ഇടപാടുകൾക്ക് ഭാവിയിൽ സേവന നിരക്ക് ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് വൻകിട വ്യാപാരികളിൽ നിന്ന് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഈടാക്കാനാണ് ആലോചനയെങ്കിലും ഉപഭോക്താക്കൾക്ക് നിലവിൽ ആശങ്ക വേണ്ടെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ആശങ്ക വേണ്ടെങ്കിലും ഭാവിയിൽ ഇനി അങ്ങനെ കൂടി തീരുമാനമുണ്ടാകുമോ എന്നൊരു ആശങ്ക ഉണ്ടാക്കാൻ ഉതകുന്നതാണ് ഈ വാർത്ത. എന്തായാലും വിശദാംശങ്ങളിലേക്ക് പോകാം. പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് നിയമത്തിലാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഭാവിയിൽ ചില UPI ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന പേരിൽ സേവന നിരക്ക് ഏർപ്പെടുത്താൻ നിയമപരമായ അനുമതി നൽകുന്നതാണിത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഭേദഗതി ബില്ലിലൂടെ ഭാവിയിൽ ആവശ്യമെങ്കിൽ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് നടപ്പാക്കാനുള്ള നിയമപരമായ അടിത്തറയാണ് ഒരുങ്ങുന്നത്. നിരക്ക് എത്രയായിരിക്കണം, ഏതെല്ലാം ഇടപാടുകൾക്ക് ബാധകമാക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ. നിലവിൽ പുതിയ നിരക്ക് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉടൻ ചാർജ് ഈടാക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. പരിഗണനയിലുള്ളത് 0.5% വരെ സേവന നിരക്ക് ഈടാക്കുന്ന നിർദ്ദേശമാണ്. നിലവിൽ ചർച്ചയിലുള്ള നിർദ്ദേശങ്ങളിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് 0.3% മുതൽ 0.5% വരെ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഈടാക്കാനാണ് ആലോചിക്കുന്നത്. എന്നാൽ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും ഇത് ബാധകമാകുക എന്നറിയുന്നു. ഉപഭോക്താക്കൾ അധിക തുക നൽകേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്നും ചെറുകിട വ്യാപാരികളെ ചാർജിൽ നിന്ന് ഒഴിവാക്കും എന്നതുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്താണ് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് കൂടി നോക്കാം. പണമിടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് ബാങ്ക് അല്ലെങ്കിൽ പേയ്മെന്റ് സേവനദാതാവ് ഈടാക്കുന്നതാണ് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങൾ പരിപാലിക്കുന്നതിനാണ് ഈ തുക. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് MDR ഉണ്ടെങ്കിലും ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ജനുവരി മുതൽ UPI ഇടപാടുകൾക്കും റുപേ ഡെബിറ്റ് കാർഡുകൾക്കും MDR ഈടാക്കുന്നില്ല. ഇക്കാരണത്താൽ UPI ഇടപാട് സ്വീകരിക്കുന്നതിന് വ്യാപാരികൾ അധിക ചാർജ് നൽകേണ്ടതില്ല. MDR വന്നാൽ ഈ ബാധ്യത ക്രമേണ ഉപയോക്താക്കളിലേക്കും എത്താം എന്നതാണ് ഉയരുന്ന ആശങ്ക. എന്തുകൊണ്ടാണ് പുതിയ നിർദ്ദേശം എന്നത് നോക്കിയാൽ UPI സേവനങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കാത്തത് ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനികളുടെ ദീർഘകാല വളർച്ചയെ ബാധിക്കുന്നു എന്നതാണ് വ്യവസായ രംഗത്തിന്റെ വാദം. പുതിയ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും ഉയർന്ന മൂല്യമുള്ള ഇടപാടുകളിൽ പരിമിതമായ സേവന നിരക്ക് ആവശ്യമാണ് എന്നതാണ് ഈ കമ്പനികൾ ആവശ്യപ്പെടുന്നത്. നിയമ ഭേദഗതി പാസ്സായാലും അതിനർത്ഥം UPIക്ക് ഉടൻ ചാർജ് വരുന്നുവെന്നല്ല. ഭാവിയിൽ സർക്കാരിന് അത്തരമൊരു തീരുമാനമെടുക്കാൻ ഈ ഭേദഗതി കൂടുതൽ എളുപ്പമാക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രസക്തി. ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾക്ക് സാധാരണയായി 1.5%, ഡെബിറ്റ് കാർഡുകൾക്ക് 0.9% വരെയുമാണ് നിലവിൽ MDR ഈടാക്കുന്നത്. UPI സംബന്ധിച്ച് 2 സാധ്യതകളാണ് സർക്കാർ പ്രധാനമായും പരിഗണിക്കുന്നത്. ഒന്നുകിൽ നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് MDR ചുമത്തുക, അല്ലെങ്കിൽ വ്യാപാരിയുടെ വാർഷിക വിറ്റുവരവ് അടിസ്ഥാനമാക്കി ഫീസ് ഏർപ്പെടുത്തുക. 1.5 കോടി രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികളിൽ നിന്ന് 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക്
0.3% മുതൽ 0.5% വരെ MDR ചുമത്താനുള്ള നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. MDR നടപ്പായാൽ അതിന്റെ ഒരു പങ്ക് ഇടപാടിൽ ഉൾപ്പെട്ട ബാങ്കുകൾക്കും പേയ്മെന്റ് സേവനദാതാവിനും ലഭിക്കും. വ്യാപാരി ഈ ബാധ്യത ഉപയോക്താവിലേക്ക് കൈമാറിയാൽ സാധാരണക്കാരുടെ ഡിജിറ്റൽ പണമിടപാടിന് ചെലവേറാനുള്ള ഒരു സാധ്യതയുണ്ടാകും. അതുകൊണ്ട് ഭാവിയിൽ ഒരു പക്ഷേ നമ്മളുടെ UPI പേയ്മെന്റുകൾക്ക് നമ്മളും ഒരു വിഹിതം നൽകാൻ ബാധ്യസ്ഥരായേക്കാം. അതാണ് ആശങ്കയുണർത്തുന്ന ഒരു സാഹചര്യം. ജൂലൈ മാസത്തിൽ മാത്രം രാജ്യത്ത് 2360 കോടി UPI ഇടപാടുകളാണ് നടന്നത്. ഇതിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട മൊത്തം തുകയെന്ന് പറയുന്നത് ഏതാണ്ട് 29.9 ലക്ഷം കോടി രൂപയാണ്. നിലവിൽ UPI ഇടപാടുകൾക്ക് സേവന നിരക്ക് ഈടാക്കുന്ന കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലാത്തതിനാൽ ഈ ഇടപാടുകളെല്ലാം പഴയതുപോലെ പൂർണ്ണമായും സൗജന്യമായി തുടരും. പക്ഷേ ഭാവിയിൽ ഒരു കാലത്ത് നമ്മൾ ചിലവാക്കുന്ന അല്ലെങ്കിൽ UPI പേയ്മെന്റിലൂടെ നൽകുന്ന തുകയ്ക്ക് നമ്മളും അതിൻ്റെ ഒരു തുക ഫീസ് നൽകേണ്ടുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്നതാണ് ഈ വാർത്തയുടെ പ്രസക്തി. ഒരു ചെറിയ ഇടവേള എടുക്കാം, അതിനുശേഷം മറ്റു ഫോക്കസ് വാർത്തകളിലേക്ക്. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിംഗിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം പശ്ചിമേഷ്യയിൽ എന്താകും ചർച്ചകളുടെ ഫലം എന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമുസിൽ തട്ടി പശ്ചിമേഷ്യയിലെ സമാധാനം ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടുമിരിക്കുന്നു. ഹോർമുസ് ആണവായുധത്തേക്കാൾ പ്രഹരശേഷിയുള്ളതാണ് എന്നതാണ് ഇറാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. അവിടെ തന്നെ നിൽക്കുകയാണ് ഇറാൻ ഇപ്പോഴും. ഭീഷണിയും വിരട്ടുമൊക്കെയായി ഹോർമുസിൽ കണ്ണു നട്ടിരിക്കുകയാണ് ട്രംപ്. ഇപ്പോൾ വരുന്നത് പക്ഷേ ആശ്വാസകരമായ സൂചനകളാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും സുരക്ഷിതമായി തുറക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു നിർണായക ഘട്ടത്തിലെത്തി എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പരോക്ഷ നയതന്ത്ര നീക്കങ്ങൾ ശക്തമായിരിക്കുന്നു. ഇടക്കാല കരാർ ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കാനാകും എന്ന പ്രതീക്ഷയാണ് അമേരിക്കൻ ഭരണകൂടത്തിനും ട്രംപിനും ഇപ്പോഴുള്ളത്. അതേസമയം തന്നെ അമേരിക്കയുമായി നേരിട്ട് ചർച്ചയൊന്നും നടത്തുന്നില്ല എന്നും ഞങ്ങൾ ഒമാനുമായാണ് ചർച്ചകൾ നടത്തുന്നതെന്നുമാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അമേരിക്കയെ തള്ളി തന്നെയാണ് ഇറാൻ ഈ വിഷയത്തിൽ നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇറാനുമായുള്ള ചർച്ചകൾ വളരെ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ചർച്ചകൾ വിജയിക്കുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വേഗം തുറക്കാൻ കഴിയുമെന്നും ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു.
സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇറാനുമായി ചർച്ചകൾ തുടരാൻ താൻ തീരുമാനിച്ചത് എന്നതാണ് ട്രംപ് പറയുന്നത്. അതേസമയം ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അമേരിക്കയുമായി നേരിട്ട് യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്നും ഒമാനുമായുള്ള രാഷ്ട്രീയ സാങ്കേതിക ചർച്ചകളാണ് പുരോഗമിക്കുന്നതെന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇറാന്റെ സർക്കാർ ബ്രോഡ്കാസ്റ്ററായ IRIB ഇറാനും ഒമാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകൾക്ക് അമേരിക്കയുമായി യാതൊരു ബന്ധവുമില്ല എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായ താൽക്കാലിക സമുദ്രമാർഗം ഒരുക്കുക എന്നതാണ് ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഇറാൻ അറിയിക്കുന്നു. ഈ ചർച്ചകൾ സാങ്കേതികമായും രാഷ്ട്രീയമായും അനുകൂല പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ടെഹ്റാൻ അവകാശപ്പെടുന്നു. അതാണ് പ്രതീക്ഷ നൽകുന്ന ഘടകം. ചർച്ചകളിൽ പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഹോർമുസ് കടലിടുക്കിലൂടെ വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുക, യുദ്ധ സാഹചര്യങ്ങളിൽ കപ്പലുകൾക്ക് പ്രത്യേക സമുദ്രപാതയൊരുക്കുക, അപകട സാധ്യത കുറയ്ക്കുന്ന നാവിഗേഷൻ സംവിധാനം നടപ്പാക്കുക, ഭാവിയിൽ സ്ഥിരമായ സമുദ്ര ഗതാഗത സംവിധാനം രൂപപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇവിടെ ചർച്ചയാകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര സമുദ്രപാതയുടെ നിയന്ത്രണം ഏതെങ്കിലും ഒരു രാജ്യത്തിന് കൈമാറാനോ കപ്പലുകൾക്ക് പുതിയ ടോൾ ഈടാക്കാനോ അമേരിക്ക തയ്യാറല്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ആവശ്യങ്ങൾ പലതാണ്. ഇറാന്റെ ആണവ പരിപാടിക്ക് നിയന്ത്രണം വേണം എന്ന ആവശ്യത്തിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ്. ട്രംപ് അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെ പ്രവർത്തനം നിർത്തലാക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നൊരാവശ്യവും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നതാണ് ട്രംപ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഏകപക്ഷീയമായ നിയന്ത്രണം ഒഴിവാക്കണം എന്നതാണ് ഇറാന് ട്രംപ് നൽകുന്ന വാർണിംഗ്. അത് ഒഴിവാക്കുക, ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുക, അല്ലെങ്കിൽ ഇറാനെ തീർത്ത് കളയും എന്നതാണ് ട്രംപ് ഉയർത്തുന്ന ഭീഷണി. ഈ സാഹചര്യം ഒരു സമാധാന കരാറിലേക്ക് എത്തിച്ചില്ല എങ്കിൽ ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തും എന്നതാണ് ട്രംപ് ഉയർത്തുന്ന ഭീഷണി. ഇത് ആവർത്തിച്ച് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ആ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ വഴങ്ങുന്നില്ല എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പകരം ഇറാൻ ചില ആവശ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. സ്വന്തം പരമാധികാരത്തിന് അംഗീകാരം നൽകണം എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, ഉപരോധങ്ങളിൽ ഇളവ് നൽകുക, തുറമുഖങ്ങൾക്കെതിരായ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കുക, ഉപരോധം അവസാനിപ്പിക്കുക, ഹോർമുസിന്റെ നിയന്ത്രണം കൈവശം വയ്ക്കാനും അവിടെ ടോൾ ഈടാക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാനും ഉള്ള ഒരു വലിയ സമ്മർദ്ദം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഹോർമുസിന്റെ കാര്യത്തിൽ ഒമാനുമായി ചില നീക്കുപോക്കുകൾക്ക് ഇറാൻ തയ്യാറാണ്. പക്ഷേ ഒരു തരത്തിലും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു സമീപനം ഹോർമുസിൽ നിന്ന് തങ്ങളുടെ ആധിപത്യം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പിൻവാങ്ങൽ ഇറാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിലേക്ക് ചർച്ചകൾ നീളുന്നതും ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഇടക്കാല കരാറിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഉരുത്തിരിഞ്ഞു വന്നതുപോലെ 60 ദിവസത്തേക്കുള്ള ഒരു താൽക്കാലിക കരാറിന് രൂപം കൊടുക്കുന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പിന്നീട് സാഹചര്യമനുസരിച്ച് കരാർ നീട്ടാനുള്ള സാധ്യത തേടാം എന്നതാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു ധാരണ. ഇടക്കാല കരാറിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള വിഷയങ്ങളെന്ന് പറയുന്നത് വ്യാപാര കപ്പലുകളുടെ സുരക്ഷിത ഗതാഗതം, അതായത് ഹോർമുസിന്റെ പ്രവർത്തനം, അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കുക എന്നത്, കടലിടുക്കിലെ നിരീക്ഷണ സംവിധാനം, പിന്നീട് ആണവ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക, പ്രാദേശിക സംഘർഷം കുറയ്ക്കാനുള്ള നടപടികൾ. ഇപ്പോഴും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പല ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിട്ടും ഒരു തരത്തിലും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്താത്തത്. നിരവധി വിഷയങ്ങളിൽ ഇരുപക്ഷങ്ങളും ഇപ്പോഴും യോജിപ്പിലെത്തിയിട്ടില്ല എന്നതാണ് വരുന്ന വിവരം. ഹോർമുസ് കടലിടുക്ക് എണ്ണ വിപണിയിൽ ചർച്ചകൾ വിജയിക്കുമെന്ന പ്രതീക്ഷ ഉയർന്നതോടുകൂടി തന്നെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പ്രതിസന്ധി നീങ്ങുമെന്നും അത് ഒരു അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്നും കരുതിയതോടുകൂടി അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില
തുടർച്ചയായി താഴുന്നൊരു സാഹചര്യമുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന എണ്ണ വീണ്ടും ആഗോള വിപണിയിലെത്തും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അത് വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് തന്നെ വിപണിയിൽ ആ നിലയിൽ പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓഹരി വിപണികളിലും അനുകൂല പ്രതികരണം ഇതുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു ധാരണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നതാണ്. പക്ഷേ പലവിധ കാര്യങ്ങളിൽ ഒരു ധാരണയിലെത്തുന്നതിന് തടസ്സം നിൽക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അമേരിക്കയും ഇറാനും വ്യത്യസ്ത നിലപാടുകൾ പല വിഷയങ്ങളിലും തുടരുന്നതാണ് ഒരു ധാരണയിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്നത്. അമേരിക്ക ഉടൻ ധാരണയുണ്ടാകുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ ഇറാൻ ചർച്ചകൾ ഒമാനുമായി മാത്രമാണെന്നും അന്തിമ തീരുമാനമായിട്ടില്ല എന്നും ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 24 മുതൽ 72 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളായിരിക്കും ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യവും ആഗോള എണ്ണ വിപണിയുടെ ദിശയുമൊക്കെ നിർണ്ണയിക്കാൻ പോകുന്നത്. എന്തായാലും ട്രംപ് സമയം നീട്ടി നൽകിയിരിക്കുന്നത് ഈ അവസരം പ്രയോജനപ്പെടുത്തുക എന്ന നിർദ്ദേശം നൽകിക്കൊണ്ടാണ്. ആ അവസരം ഇറാൻ പ്രയോജനപ്പെടുത്തുമോ എന്നത് ട്രംപ് കാക്കുകയാണ്. വലിയ ഭീഷണിയാണ് ട്രംപ് ഉയർത്തിയിട്ടുള്ളത്. ഇത് ഈ അവസരം ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ വലിയ ആക്രമണത്തിലേക്ക് കടക്കും എന്നതാണ്. എന്തായാലും അമേരിക്കയുമായി ചർച്ചയില്ല എന്ന് പറയുമ്പോഴും ഒമാനുമായും മറ്റ് മധ്യസ്ഥ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് ആശയവിനിമയങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട്. അതൊരു താൽക്കാലിക കരാറിലേക്കെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അങ്ങനെ ഹോർമുസ് തുറക്കുമോ എന്നത് ഒരു സാധ്യതയായി നിലനിൽക്കുന്നു. വിപണികളിൽ ഉൾപ്പെടെ അത് പ്രതിഫലിക്കുന്ന സമയമാണ്. പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം വിലക്കിയ ലോകത്തെ ആദ്യ രാജ്യമാണ് ഓസ്ട്രേലിയ. വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെച്ചിരുന്നു. 2025 ഡിസംബറിൽ വിലക്ക് നിലവിൽ വന്നു. എന്നാൽ ഈ വിലക്ക് പ്രായോഗികമായില്ല എന്നതാണ് പുറത്തുവന്ന പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിയന്ത്രണം നിലവിൽ വന്ന് 3 മാസം പിന്നിട്ടിട്ടും 10-8 കുട്ടികളും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണെന്നാണ് സർക്കാർ നിയോഗിച്ച ഈ സേഫ്റ്റി സമിതിയുടെ പഠനത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ മേൽ വിവിധ ചർച്ചകൾ രാജ്യത്ത് വ്യാപകമാണ്. എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അധികൃതർ. ഈ നിയമം മാതാപിതാക്കളുടെ സമീപനത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്നും ദശലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ അടച്ചുപൂട്ടാൻ കാരണമായെന്നും സർക്കാർ വിശദീകരിക്കുന്നു. പൂർണ്ണമായും നടപ്പാക്കാനാകില്ലെങ്കിലും സാമൂഹികമായി ഗുണകരമാണ് എന്ന് വിലയിരുത്തി ഈ വിലക്ക് തുടരാൻ തന്നെയാണ് ഓസ്ട്രേലിയയുടെ നീക്കം. പുതിയ പഠന റിപ്പോർട്ട് വീണ്ടും കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം സംബന്ധിച്ച ചർച്ച ലോകമാകമാനം സജീവമാക്കുമ്പോൾ എന്താണ് ഈ പഠന റിപ്പോർട്ട് യഥാർത്ഥത്തിൽ നൽകുന്ന സൂചനകളെന്ന് നമുക്ക് പരിശോധിക്കാം. സൈബർ ലോകത്ത് കുട്ടികൾ ബുള്ളിയിങ്ങിനും മറ്റു പല ചൂഷണങ്ങൾക്കും വിധേയരാകുന്നുവെന്നും അത് തടയണമെന്നുമുള്ള തിരിച്ചറിവാണ് ഓസ്ട്രേലിയയിൽ വിലക്കിന് കാരണമായത്. എല്ലാത്തിനും തുടക്കമിട്ടത് ഒരു പുസ്തകമാണ്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ജൊനാഥൻ ഹെയ്ഡ് എഴുതിയ ദ ആങ്ഷ്യസ് ജനറേഷൻ. അത് വായിച്ച ഓസ്ട്രേലിയൻ പ്രീമിയറിന്റെ ഭാര്യയാണ് ഇതിലേക്ക് നയിച്ചത്. സൈബർ ലോകത്തെ ചൂഷണങ്ങൾക്ക് വിധേയരായി ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ അച്ഛനമ്മമാർ പൂർണ്ണ പിന്തുണ നൽകിയതോടെ വിലക്ക് യാഥാർത്ഥ്യമായി. ടെക് കമ്പനികൾക്കും സ്വകാര്യതാ ലംഘനവാദക്കാർക്കും സ്വതന്ത്രവാദക്കാരും ആദ്യം മുതൽ തന്നെ ഇതിനെതിരെ എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നു. നടപ്പാക്കാൻ പ്രയാസമെന്നാണ് കമ്പനികളുടെ ആദ്യത്തെ തടസ്സവാദം. സർക്കാരിനെ സ്വാധീനിക്കാൻ പലരും അണിയറയിൽ ലോബിയിങ് നടത്തി. കുട്ടികൾ വേറെ വഴികൾ സ്വീകരിച്ചാൽ ഇപ്പോഴുള്ള നിയന്ത്രണം പോലും ഇല്ലാതെയാവുമെന്നും എതിർക്കുന്നവർ വാദിച്ചു. എന്നാൽ എല്ലാ എതിർപ്പും മറികടന്ന് വിലക്ക് നിലവിൽ വന്നു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ത്രെഡ്സ്, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, യൂട്യൂബ്, റെഡിറ്റ് അങ്ങനെ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ നിരോധിച്ചു. യൂട്യൂബ് കിഡ്സും വാട്സപ്പും ഗൂഗിൾ ക്ലാസ് റൂമും ഒഴിവാക്കി. നിയന്ത്രണം വന്ന് 3 മാസം പിന്നിട്ടപ്പോൾ നടന്ന പഠനത്തിന്റെ ഫലമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നിയന്ത്രണം നിലവിൽ വന്ന് 3 മാസം പിന്നിട്ടിട്ടും 10-8 കുട്ടികളും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണെന്ന് സർക്കാർ നിയോഗിച്ച ഈ സേഫ്റ്റി സമിതിയുടെ പഠനത്തിൽ കണ്ടെത്തി. 10 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികളിൽ 80% പേർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായിരുന്നു കണ്ടെത്തൽ. വിലക്ക് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന 16 വയസ്സിന് താഴെയുള്ളവരിൽ ഭൂരിഭാഗത്തിനും 3 മാസത്തിന് ശേഷവും അക്കൗണ്ടുകൾ നിലനിർത്താനോ പുതിയ അക്കൗണ്ടുകൾ സൃഷ്ടിക്കാനോ കഴിഞ്ഞിരുന്നു. ഫലപ്രദമായ പ്രായ പരിശോധനാ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പരാജയമാണ് ഇതിന് പ്രധാന കാരണമെന്ന് ഈ സേഫ്റ്റി വ്യക്തമാക്കി. അക്കൗണ്ടുകൾ നിലനിർത്തിയ കുട്ടികളിൽ ഏകദേശം പകുതി പേർ പറഞ്ഞത് പ്ലാറ്റ്ഫോമുകൾ അവരുടെ പ്രായം പരിശോധിച്ചില്ല എന്നതാണ്. മറ്റു ചിലർ അക്കൗണ്ടിൽ തങ്ങളുടെ പ്രായം 16 വയസ്സിന് മുകളിലായി രേഖപ്പെടുത്തി വിലക്ക് മറികടന്നു.
ഏകദേശം 58% കൗമാരക്കാർ ദിവസവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് കണ്ടെത്തി. വിലക്കിന് മുൻപ് ഇത് ഏകദേശം 60%. കായിക പ്രവർത്തനങ്ങൾ, കല, സംഗീതം, സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഒപ്പം ചെലവഴിക്കുന്ന സമയം, സമൂഹ പരിപാടികളിലെ പങ്കാളിത്തം എന്നിവയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. പ്രായപരിശോധനാ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ ടെക് കമ്പനികൾ പരാജയപ്പെട്ടതും കുട്ടികൾ തെറ്റായ പ്രായം രേഖപ്പെടുത്തി അക്കൗണ്ടുകൾ ഉപയോഗിച്ചതുമാണ് പ്രധാന കാരണങ്ങളായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഡിസംബറിൽ വിലക്ക് വന്ന് ജനുവരി 16 വരെയുള്ള കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയയിലെ കുട്ടികളുടേതെന്ന് കരുതിയ ഏകദേശം 47 ലക്ഷം അക്കൗണ്ടുകളിലേക്കുള്ള പ്രവേശനം സോഷ്യൽ മീഡിയ കമ്പനികൾ തടഞ്ഞതായി അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം കുട്ടികൾക്ക് പുതിയ അക്കൗണ്ടുകൾ എളുപ്പത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായാണ് പഠനം വ്യക്തമാക്കുന്നത്. പുതിയ കണ്ടെത്തലുകളോട് ഓസ്ട്രേലിയൻ സർക്കാർ എങ്ങനെ പ്രതികരിച്ചു എന്നത് നോക്കാം. ഓസ്ട്രേലിയയുടെ ഉത്പാദനക്ഷമതാ വകുപ്പ് സഹമന്ത്രി ആൻഡ്രൂ ലീ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചുള്ള രാജ്യത്തെ ചർച്ചകളെ ഈ വിലക്ക് മാറ്റിമറിച്ചു എന്നാണ്. മാതാപിതാക്കൾക്കിടയിലെ ചർച്ചകളിൽ ഈ വിലക്ക് വലിയ മാറ്റം കൊണ്ടുവന്നു എന്ന് ലീ പറയുന്നു. ദശലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. 100% റിസൾട്ട് ഉണ്ടാകുമെന്ന് തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മദ്യപാനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി നിയമങ്ങളിലും 100% റിസൾട്ട് ഉണ്ടാകുന്നില്ല. പക്ഷേ അത് അനാവശ്യമാണ്. അതുപോലെ തന്നെ സമൂഹമാധ്യമ നിയന്ത്രണവും അനിവാര്യമെന്നാണ് ലീ ചൂണ്ടിക്കാട്ടുന്നത്. പിന്തുടരാൻ മറ്റു രാഷ്ട്രങ്ങളും ഓസ്ട്രേലിയയുടെ വഴിയേ തന്നെയുണ്ട്. ഓസ്ട്രേലിയയിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചിരുന്നു. ഓസ്ട്രേലിയയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന് പ്രചോദനമാണെന്നും ഇന്ത്യ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണെന്നും മോദി പറഞ്ഞു. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രശംസ. ഓസ്ട്രേലിയയ്ക്ക് പിന്നാലെ മറ്റു ചില രാജ്യങ്ങളും സമാനമായ വിലക്കുകൾ ആലോചിക്കുകയാണ്. UK-യിൽ ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 2027 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് വിലക്കേർപ്പെടുത്താൻ സർക്കാർ പദ്ധതിയിടുകയാണ്. വാട്സാപ്പ്, സിഗ്നൽ പോലുള്ള സന്ദേശമയക്കൽ സേവനങ്ങൾ, വിദ്യാഭ്യാസ ഉപകരണങ്ങൾ, ഇ-കൊമേഴ്സ് സേവനങ്ങൾ എന്നിവ ഇതിൽ നിന്ന് ഒഴിവാക്കും. 2025 നവംബറിൽ ഡെൻമാർക്ക് സർക്കാർ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർലമെന്റിലെ ഭൂരിപക്ഷം പിന്തുണയും ഇതിന് ലഭിച്ചു. ഈ നിയമം ഈ വർഷം പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത്. മലേഷ്യയും 16 വയസ്സിൽ താഴെയുള്ളവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏപ്രിലിൽ ഗ്രീസ് പ്രധാനമന്ത്രി കിരിയോക്കോസ് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കാനുള്ള പദ്ധതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചാൽ 2027 ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. സോഷ്യൽ മീഡിയയ്ക്കപ്പുറം AI ഉയർത്തുന്ന പുതിയ ഭീഷണികളുമുണ്ട്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ ജനറേറ്റീവ് AI സംവിധാനങ്ങൾ അക്രമപരമോ ലൈംഗിക സ്വഭാവമുള്ളതോ ആയ വീഡിയോകൾ പോലുള്ള ഹാനികരമായ ഉള്ളടക്കങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. യുണിസെഫ് 2025 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച കുട്ടികളുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തിൽ ഓൺലൈൻ ലൈംഗിക ചൂഷണത്തിനും ഡീപ് ഫേക്ക് ദുരുപയോഗത്തിനും AI ഉപയോഗിക്കപ്പെടുമെന്ന ആശങ്ക കുട്ടികൾ തന്നെ പ്രകടിപ്പിച്ചതായി വ്യക്തമാക്കുന്നുണ്ട്. വിലക്ക് തുടരാനുള്ള ഓസ്ട്രേലിയയുടെ തീരുമാനത്തിനാണ് ഇപ്പോഴും മുൻതൂക്കമുള്ളത്. ഓസ്ട്രേലിയയുടെ ഇ-സേഫ്റ്റി കമ്മീഷണർ പറഞ്ഞത് ഇത് ഒരു ഒറ്റത്തവണ നടപടിയല്ല, ദീർഘകാല സാംസ്കാരിക മാറ്റത്തിന്റെ തുടക്കമെന്നാണ്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറവ് എത്ര വേഗത്തിൽ സംഭവിക്കണമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ വിമർശനങ്ങൾക്ക് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിയമത്തിന്റെ നടപ്പാക്കൽ കാലക്രമേണ മെച്ചപ്പെടുമെന്നും കൂടുതൽ ഫലപ്രദമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനികൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. 16 വയസ്സിന് മുൻപ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലാത്തത് സാധാരണ കാര്യമായി ഭാവിയിൽ മാറുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ 15 വയസ്സുകാരിൽ മാത്രം ഈ നിയമത്തിന്റെ ഫലം വിലയിരുത്താൻ കഴിയില്ല. ഇപ്പോൾ 10 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടികളുടെ ബാല്യത്തെ എങ്ങനെ മാറ്റുന്നു ഈ നിയമം എന്നതാണ് പ്രധാനം എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഓസ്ട്രേലിയയുടെ സോഷ്യൽ മീഡിയ നിയമം വെറും 3 മാസത്തെ വിലയിരുത്തലിലൂടെ പരാജയപ്പെട്ടു എന്ന് നമുക്ക് കരുതാനാകില്ല. ഇതിനകം ലക്ഷക്കണക്കിന് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. ചിലർ ഓഫ്ലൈൻ പ്രവർത്തനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. സ്വകാര്യത സംരക്ഷിക്കുന്ന പ്രായപരിശോധനാ സാങ്കേതിക വിദ്യകൾ വളരുന്നുണ്ട്. കമ്പനികൾ കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാകുന്നുമുണ്ട്. ഓസ്ട്രേലിയയുടെ തീരുമാനം ലോകമെമ്പാടും ചർച്ചകൾക്ക് തുടക്കമിടുകയാണ്. മാറ്റം ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. അതൊരു ദീർഘകാല പ്രക്രിയയാണ്. പൂർണ്ണമായ ഫലമറിയാൻ വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ ആദ്യ സൂചനകൾ പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങനെ ലോകത്ത് തന്നെ ഓസ്ട്രേലിയ ഒരു മാതൃക സൃഷ്ടിച്ചു എന്ന് പറയാം. നമ്മളിലും പലർ ആലോചിക്കില്ലേ, കുട്ടികളോട് ഒരു ദിവസമെങ്കിലും ഫോൺ മാറ്റിവെക്കാൻ പറയാത്ത
ദിവസമുണ്ടാവുമോ നമുക്ക്? നിയമം ഉണ്ട് എങ്കിൽ അത് കുറച്ചുകൂടി ആശ്വാസം നൽകുന്നതാകും. അതൊരു നിയമമായി നിലനിൽക്കുമ്പോൾ നേരത്തെ ഓസ്ട്രേലിയയിലെ മന്ത്രി ലീ തന്നെ സൂചിപ്പിച്ചതുപോലെ മദ്യം പ്രായപരിധി വെച്ച് നിരോധിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഉണ്ട് എന്നതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഒരു പരിധിവരെ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും എന്ന സൂചനകളാണ്. പക്ഷേ പേരൻസ് മൊബൈൽ മാറ്റിവെച്ചിട്ട് വേണമല്ലോ പറയാനെന്ന് ഉള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിൽ പോലും ഈ നിയമം ഭാവിയിൽ ഗുണപരമാകും എന്നതാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. നമുക്ക് മറ്റു ചില വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ മലക്കം മറിഞ്ഞ മുഖ്യമന്ത്രി. നിക്ഷേപകരെ കാണാനാണ് അടിയന്തര യാത്ര വേണ്ടി വന്നതെന്ന മറുപടിയിൽ ഒരു തിരുത്തുണ്ട്. കൊച്ചിയിൽ പോയതുകൊണ്ടാണ് നിക്ഷേപകരെ കണ്ടതെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്. പുനർജനി പദ്ധതിയിൽ പിണറായി സർക്കാർ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയെന്ന് സതീശൻ. പുനർജനി വിവാദത്തിൽ സതീശനെതിരെ പറവൂരിൽ സമരം തുടങ്ങി CPM. അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് CP ജോൺ. സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശം പാടില്ലായിരുന്നു, സംസാരിച്ചപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. സൗജന്യ യാത്ര ഔദാര്യമല്ല, അവകാശമെന്നും ഗതാഗത മന്ത്രി. മന്ത്രിയുടെ വിശദീകരണത്തോടെ വിവാദം അവസാനിച്ചു എന്ന് മുഖ്യമന്ത്രി. ശബരിമല മിൽമ നെയ് അഴിമതിക്കേസിൽ SIT പട്ടിക സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറി. വിജിലൻസിലെ 5 ഇൻസ്പെക്ടർമാർ അന്വേഷണ സംഘത്തിൽ. SIT തലവൻ ആരെന്ന് ഹൈക്കോടതി തീരുമാനിക്കും. SIT 1 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. മെഡിക്കൽ പ്രവേശനം വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഇന്ത്യൻ കാത്തലിക് ഫോറം നേതാവ് ബിനു പഴയച്ചിറയ്ക്ക് 3 വർഷം കഠിന തടവും പിഴയും. തൃശൂർ അമല മെഡിക്കൽ കോളേജ് MBBS പ്രവേശനം NRI കോട്ടയിൽ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ SDPI പ്രവർത്തകരായ പ്രതികൾക്ക് 18 വർഷം തടവും 9 ലക്ഷം രൂപ പിഴയും. 2015 സെപ്റ്റംബർ 17 വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം. ലക്ഷദ്വീപിലെ പണ്ടാര ഭൂമി ഉടമസ്ഥാവകാശ തർക്കത്തിൽ ലക്ഷദ്വീപ് ഭരണകൂടത്തിന് തിരിച്ചടി. ടൂറിസം ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ലക്ഷദ്വീപ് നിവാസികൾക്ക് നൽകിയ ഹർജിയിലാണ് കോടതി വിധി. നേരം വൈകുന്നേരം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.